ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുൻപേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാവും എന്നുള്ള എനിക്കറിയാം. ഒരുപാട് സമയമുണ്ട്. സമയം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ന് ആലോചിച്ച് ഇങ്ങനെ നീറി പുകഞ്ഞ് തല പുകച്ചിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇത് എന്തെങ്കിലും ഒരുക്കി കിട്ടിയതല്ല, എന്താ പറയാ, സാധാരണ വരുന്ന കൂതറ ലുക്കിൽ നിന്ന് മാറിയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ. യെസ്, ഞാനൊരു ഫംഗ്ഷന് പോയി വന്നതാണ് കേട്ടോ. അപ്പൊ ഏതായാലും നല്ല ഒരുങ്ങിയിട്ടാണല്ലോ, നല്ല വാച്ചൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു ലുക്കിൽ തന്നെ വീഡിയോ നമുക്ക് എടുക്കാം. ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ, പക്ഷെ ഞാൻ ഒന്നും ഓർമ്മയില്ലാതെ ഞാൻ യൂട്യൂബിൽ തന്നെ കയറി ഞാനത് ഡിലീറ്റ് ചെയ്തു ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഒരു ഓർമ്മക്കുറവിൻ്റെ പുറത്ത് സംഭവിച്ചു പോയതാ. ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാത്ത ഏതോ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി ഗൈസ്. സാരില്ല, ഏതായാലും ആ വീഡിയോ ഒരു നോർമൽ വീഡിയോ ആയിരുന്നു. ഇത് നമുക്ക് കുറച്ച് ഒരുങ്ങിയിട്ട് എടുക്കാം എന്നിടും. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേയൊക്കെ അങ്ങനെ ഒതുങ്ങിപ്പോയി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് കേട്ടോ, പോയിട്ടൊന്നും ഇല്ല എനിക്കറിയാം, പക്ഷെ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഗൈസ് ഇഷ്ടം. പ്രശ്നങ്ങളൊക്കെ മാറി കഴിഞ്ഞു എന്നുള്ളത്. അപ്പം ഞാൻ ഏതായാലും ആ പ്രശ്നങ്ങളെ ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഒതുങ്ങി കൂടി ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ച് പൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഡിപ്രഷൻ്റെ അങ്ങേ തലക്കിൽ അവിടെ ഞാൻ ഇങ്ങേ തലക്കിലേക്ക് വന്നിട്ട് എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള കുറച്ച് ചേഞ്ചുകളുണ്ട്. ഒരുപാട് സമയമുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ചെയ്യണം, എന്ത് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, ആ ഒരു അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പെട്ടെന്നൊരു ദിവസം നമുക്ക് മൈൻഡിലേക്ക് ഇങ്ങനെ വരുമല്ലോ, ഇനി അതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാം. അങ്ങനെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചിലവാക്കിയ കുറച്ച് കാര്യങ്ങൾ, ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്നിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ആദ്യം തന്നെ എന്ന് പറയുന്നത്, നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാം. ഓക്കെ, സമയം ചെലവഴിക്കാം. എങ്ങനെ സമയം ചെലവഴിക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാം കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് വീടിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് സൂര്യനുദിക്കുന്നതൊക്കെ അത് കണ്ടിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലോ ഗൈസ്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പറ്റുന്ന ദിവസം പോവാട്ടോ അമ്പലത്തിൽ. രാവിലെ നേരത്തെ ഇരിക്കുക, അമ്പലത്തിലൊക്കെ ഒന്ന് പോവുക. ഇല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്ക് തന്നെ നമുക്ക് നടത്താം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ നടന്ന് പോവുക കേട്ടോ. കുറച്ച് കാറ്റും വെളിച്ചവും വിറ്റാമിനൊക്കെ കുറച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ഒന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇനി നടക്കാൻ പുറത്ത് പോകുന്നില്ലെങ്കിൽ പോട്ടെ, നമുക്ക് വീട്ടിൽ തന്നെ മുറ്റത്തൂടെയും തൊടി കൂടെ പറമ്പ് കൂടെയൊക്കെ പട്ടിനെയും പൂച്ചനെയൊക്കെ നോക്കി കുറച്ച് നേരം നടക്കാം. പുറത്ത് റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ ഒക്കെ പോയിട്ട് ഒരു നേരത്തെ ഫുഡോ ചായയോ ഒക്കെ നമ്മളിപ്പോൾ പുറത്ത്, ഞാൻ പറഞ്ഞില്ല, നടക്കാൻ വേണ്ടിയിട്ട് പോകാം. അല്ലെങ്കിൽ അമ്പലത്തിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ തമാശ രൂപേണ പറയുന്നതേ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളിൽ പെട്ടതാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു തമാശ പോലെ ഞാൻ പറയുന്നതെന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഐഡിയാസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ബി സീരിയസ്. ഞാൻ സീരിയസ് ആയിട്ട് ഇനി പറയാം. ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ പിന്നെന്താ, നിങ്ങൾക്ക് ഈ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. വീട്ടിലെന്തെങ്കിലും ചെടി വെച്ചിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാവുന്നതാണ്. ചിത്രം വരയ്ക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കടക്കുക, ചിത്രം വരയ്ക്കുക, കളറിങ് ചെയ്യുക. അതൊക്കെ നല്ലൊരു റിലാക്സേഷനും ആണ് നമ്മുടെ മൈൻഡിന്. നമ്മളെ ബാധിച്ചിരിക്കുന്ന ആ കറുത്ത നിഴലുകളില്ലേ ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, ആ സാധനങ്ങളൊക്കെ നിറം വെച്ചിട്ട് നമ്മളിങ്ങനെ പല നിറത്തിലുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം.
പിന്നെന്താ കുറച്ച് നേരം പ്രാർത്ഥിക്കാം. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മുടെ എന്താ പറയുക, മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ ഫിറ്റ് ആവുന്നതാണ് കേട്ടോ. പിന്നെന്താ യോഗയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. പാട്ട് കേൾക്കാം. ഈ ശോകമുഖമായിട്ടുള്ള പാട്ടുകളൊക്കെ മാറ്റിയിട്ട് പുതിയതായിട്ടുള്ള പിന്നെ വേടൻ്റെ പാട്ടുകളൊക്കെ ഇല്ലേ, കുതന്ത്ര തന്ത്ര മന്ത്രം ഒന്നും അറിയില്ലട, അങ്ങനത്തെ പാട്ടുകളൊക്കെ യു ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് കുറച്ച് ചില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെന്താ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഉണ്ടാവില്ലേ, ആളുകളോടൊക്കെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവുക. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അത് അവരോട് ഷെയർ ചെയ്യുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയറും അങ്ങനത്തെ റൂട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവില്ലേ, അതൊന്ന് ചേഞ്ച് ചെയ്യാം. വേറെ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് സ്കിൻ കെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുതൽ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സമയം അങ്ങനെ പോകും. പിന്നെ റീഡിങ് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുക, എന്നിട്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുക, എന്നിട്ട് അത് വായിക്കുക. പിന്നെ ലൈബ്രറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കുറച്ചേറെ സമയം സ്പെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ എല്ലാം. നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്സിനോടോ ഫാമിലി റിലേറ്റീവ്സിനോടൊക്കെ കുറച്ചേരം സംസാരിക്കുക. അതൊക്കെയാണ് വേണ്ടത് ഗൈസ്. എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ, അത് വേറെ കാര്യം. ചിലപ്പോൾ ഞാൻ ആരെയും വിളിക്കൂല, ആരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ പോലും ഞാൻ എടുക്കില്ല. അങ്ങനെയാണ്. അത് ഓരോ മൈൻഡ് ഒരു അവസ്ഥയാണ്. ഓക്കെ, അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ മാറി നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ, നല്ലൊരു മസാജൊക്കെ കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ റൂട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ പറയുക, സ്കിൻ കെയർ റൂട്ടീൻ, അതിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ലൊരു ഓയിൽ മസാജൊക്കെ. ബോഡിയിലൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുക. ഹെഡിൽ നല്ലൊരു മസാജൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കൂളാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയുന്നതാണ്. ഓക്കെ, പിന്നെന്താ, പിന്നെ പ്രാർത്ഥിക്കാം. വൈകുന്നേരം രാവിലെയൊക്കെ നമ്മൾ വിളക്ക് എത്തിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് ഇപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് കുറച്ച് സമയം പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, അത് നന്നാവുമോ, അതെന്താവും, എന്താണ് അതിൻ്റെ അവസ്ഥ, അങ്ങനെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സമയം അങ്ങനെ തന്നെ പോകുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിനി ഒന്നും ചെയ്യാൻ എന്താ പറയുക, ഒന്നും ചെയ്യാമെന്നല്ല, ഒരുപാട് സമയമുണ്ട്, എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു സംഭവം അവിടെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ വക കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഞാനിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ, നാളെ മുതലല്ല ഇന്ന് രാത്രി മുതൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് തീരുമാനം എടുത്തിട്ട് ഏതെങ്കിലും ഒന്നൊക്കെ നമ്മൾ ലൈഫിലേക്ക്, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ആയിക്കോട്ടെ, രാവിലെ എഴുന്നേൽക്കുക, ഡെയിലി കറക്റ്റ് ഫോണിലൊരു അലാം സെറ്റ് ചെയ്തിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നിട്ട് വേണം നമ്മൾ എണീക്കാൻ കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. പറ്റുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് തന്നെ എന്തെങ്കിലും വാമപ്പ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അവിടെ തന്നെ സ്റ്റാർട്ടായി. നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ സ്ട്രെസ്സ്, എന്താ പറയുക, സ്ട്രെസ്സ് അങ്ങനത്തെ സംഭവമില്ലേ, പ്രഷറൊക്കെ കൂടി നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവില്ലോ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ദേഷ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം, ബാക്കിയുള്ളത് അങ്ങോട്ട് വിട്ടേക്കാം. പിറ്റേ ദിവസം മുതൽ നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ എക്സസൈസ് ചെയ്തോളൂ, കുഴപ്പമില്ല, യോഗ ചെയ്തോളൂ, കുഴപ്പമില്ല, ഒക്കെ നല്ലത് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ടി വിയിലൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ കാണുന്നത് നല്ലതാണ്. ഫോണിലൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ടോ കുട്ടികളെ, എങ്കിൽ അത് തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല, അടിപൊളിയാണ്. സമയമേ ഉണ്ടാവില്ല. പിന്നെ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കോണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ തല പുകഞ്ഞുകൊണ്ടേയിരിക്കും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയ കുറച്ചുകൂടി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ
നമുക്ക് പിന്നെ സമയം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ദിവസം തികയാത്ത അവസ്ഥയാണ്. രാവിലെ എണീറ്റിട്ട് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെയുള്ള വ്ളോഗ് ഷൂട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി തിരികെ സമയം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണം. എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടാവും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഉണ്ടാകില്ല. അപ്പോഴത്തേക്ക് രാത്രി കൂത്തിരുന്ന് മെനക്കെട്ടിരുന്ന് ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ. കാണണ്ടേ, വലിയ ഒരുപാട് ആൾക്കാർ കാണുന്നെങ്കിലും കുറച്ച് ആളുകൾ കാണുന്നുണ്ടല്ലോ. കാണുന്ന ആളുകൾക്ക് വീഡിയോ ഇടണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഉറക്കമൊഴിഞ്ഞിരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പം എവിടെ ബാക്കി സമയം, പിന്നെ സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ തിന്നാനും കുടിക്കാനും കുളിക്കാൻ വരെ സമയം കണ്ടെത്തണം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, യൂട്യൂബ് ചാനൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണെന്നാണ് എനിക്ക് ഒന്നുകൂടി തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോണ്ടന്റ് ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്താണോ ഇഷ്ടമുള്ളത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സമയം ഒരുപാടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. സമയമില്ല ഗൈസ് എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതാണ് കുട്ടികളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സമയമുണ്ട്, അതിന് ചിലവഴിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഡെയിലി ബേസിസിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു ഗൈസ്. അപ്പം നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം.